നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഹൊറർ ആയിട്ടുള്ള ഡ്രാമയാണ്. ഇതിന്റെ തുടക്കം തൊട്ട് അവസാനിക്കുന്നവരെ ഈ കഥ എങ്ങനെ കൊണ്ടുപോകും നമുക്കൊരു പിടിയും കിട്ടത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഈ ഡ്രാമ കൊണ്ടുപോയിട്ടുള്ളത്. ഇതൊരു ചെറിയ ഡ്രാമയാണ്, അതുകൊണ്ട് നമുക്ക് സമയം പോകുന്ന പോലെ അറിയത്തില്ല. സോ ഈ ഡ്രാമ ഇടാൻ വേണ്ടി എന്തായാലും കുറെ പേര് ചോദിച്ചാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് എ വിഷസ് കുഡ് കിൽ. തുടക്കം തന്നെ ഒരു പെൺകൊച്ചിനെയാണ് കാണിക്കുന്നത്. അവൾ മൊബൈലിന്റെ ഫ്രണ്ടിൽ നിന്ന് അവളുടെ ആഗ്രഹം എല്ലാവരും ഓരോരുത്തരായിട്ട് മരിക്കണം എന്നറിഞ്ഞ് അവള് പറഞ്ഞ് സ്വയം മരിച്ചോന്നായിട്ടാണ് നമുക്ക് ആദ്യം കാണിക്കുന്നത്. അങ്ങനെ ഇവള് മരിച്ചുപോയി. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ ഡ്രാമയിലെ ഹീറോയിനെ കാണിക്കുക. ഇവളുടെ പേര് സെയ്യ. ഇവൾക്ക് അച്ഛനമ്മയൊന്നുമില്ല. ഇവളെ വളർത്തുന്നതെല്ലാം ഇവളുടെ ആന്റിയാണ്. പക്ഷെ അവരെപ്പം നോക്കിയാലും ജോലിക്കാരിയായിട്ട് ഫുൾ സമയത്ത് ആശുപത്രി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവളും എങ്കിൽ പിന്നെ ഗുന്യനെ വിളിച്ചുണർത്താന്ന് പറഞ്ഞിട്ട് മുകളിലുള്ള ഇവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ അവൻ അപ്പോഴായിരിക്കും ഉറക്കത്തിരുന്ന് എഴുന്നേക്കുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം കേട്ട് അവളും നീ ഇതുവരെ എഴുന്നേറ്റില്ലാടാന്ന് പറഞ്ഞ് അവളെങ്കിൽ പിന്നെ സ്കൂളിൽ പോകാന്ന് പറയുമ്പോൾ അവന് വെയിറ്റ് ഇപ്പൊ തന്നെ വരാന്ന് ഇവൾക്ക് മെസ്സേജ് ഇട്ട് ധൃതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ശബ്ദം കേട്ട് അവൾ സന്തോഷത്തിരിക്കുമ്പോൾ പെട്ടെന്ന് അവനും പുറത്തേക്ക് എത്തിയിട്ട് ഞാൻ എഴുന്നേക്കാൻ താമസിച്ചോ എന്ന് പറഞ്ഞ് അവനും പറയുമ്പോൾ തന്നെ ഇവള് പെട്ടെന്ന് അവൻ അടുപ്പിച്ച് കിസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അവൻ മൊത്തത്തിൽ അങ്ങ് സ്റ്റണ്ണായി പോകും. എന്നിട്ട് അവനും ഇപ്പൊ എന്തോ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി തൊട്ട് അവൾ ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഞാൻ അങ്ങനെല്ലാം പറഞ്ഞോ, എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാം, പ്ലീസ് അടുത്ത പ്രാവശ്യം ഇതേപോലെ ചെയ്യോ, അല്ലെ പിന്നെ ഇപ്പൊ തന്നെ നമുക്ക് ചെയ്യാം എന്നിന് അവൻ അടുത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ഇവരുടെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മൊത്തത്തിൽ അങ്ങ് സൈലന്റ് ആകും. എന്നിട്ട് ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്ന വേറൊരു പെങ്കൊച്ചനാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് കിം നാറി. നാറി എന്നർത്ഥം നമുക്കറിയാം, പക്ഷെ ഇവളുടെ പേര് അതാണ്. അങ്ങനെ അവൾ സ്കൂളിൽ പോകുന്ന വഴിക്കാണ് പുറത്ത് ഗിന്നു നടന്നു വന്നിട്ട് ഇവൾ അപ്പം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവൾ നടന്നു പോകാൻ തീരുമാനിക്കും. കാരണം ഇവൾക്ക് അവൻ ഇഷ്ടമാണ്. പക്ഷെ ഈ ഇഷ്ടം ഇതുവരെ അവനോട് പറഞ്ഞിട്ടില്ല. അതേസമയം അവിടേക്ക് വരുന്ന സേയ അവനും കൂടെ ഇവളെ കണ്ട് ഹായ് പറയുമ്പോൾ അവളാണ് സേയ മൈൻഡ് ചെയ്ത് നേരെ ഇവന്റെ പുറകെ വന്നിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഇവന്റെ പരിപാടി എന്തോന്നും ചെയ്യിക്കും. അപ്പോഴാണ് ഇടയെ കൂടെ വേറൊരുത്തവൻ തള്ളിവിടുന്നത്. ഇവന്റെ പേര് ഹിയുക്. പക്ഷെ ഇവനെ കണ്ടാൽ തന്നെ നാരിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴാണ് അവനും പെട്ടെന്ന് മറ്റവനും സേയ ഒരുമിച്ച് കണ്ടിട്ട് രണ്ടുപേരും എല്ലാ ദിവസവും സ്കൂളിൽ ഒരുമിച്ചാ വരുന്നത്. പക്ഷെ ഇതുവരെ എനിക്ക് ഡൗട്ട് അടിച്ചില്ല, ഇപ്പൊ ഒരു ഡൗട്ട് അടിക്കുക, നിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. കാരണം ഇവരുടെ ഒരു കപ്പിൾസ് ആയ കാര്യം ഇവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. അതുകൊണ്ട് അവര് ടെൻഷനായിട്ട് എന്തുവാടാ പറയുന്നതെന്ന് പറഞ്ഞ് അവർ വിഷയം മാറ്റാൻ നോക്കുമ്പോൾ ഇത് അടുത്തിരുന്ന് കേൾക്കുന്ന നാർക്ക് ഇഷ്ടപ്പെടാതെ അവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അവനും ഇവരെ കപ്പിൾസാന്ന് പറഞ്ഞപ്പോ നിനക്ക് തന്നെ ദേഷ്യം വരുന്നത്, പക്ഷെ നിനക്ക് ഇപ്പോഴും ഗിൻവന് ഇഷ്ടമാണോ എന്നിന് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഇവളും ധൈര്യത്തെ അവൻ ഇഷ്ടമാണെന്ന് പറയും. അത് കേട്ട് അവനാണ് വിശ്വസിക്കാതെ ഇവള് ചുമ്മാ തമാശ പറയാന്ന് വിചാരിച്ചിട്ട് എങ്കിൽ പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ആറിയെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പറയും. അങ്ങനെ അതോടെ അവളാണ് ദേഷ്യത്തി ഇനി ഇതേപോലെ നീ എന്നോട് പറഞ്ഞ നിന്റെ മൂക്കാമണ്ടം നോക്കി ഞാൻ അടിച്ചിടുന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തി പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതോടെ ഗിൻവു ആണ് രാവിലെ തന്നെ എന്തിനാടാ എല്ലാവരും ഓക്വേർഡ് സിറ്റുവേഷനിലാക്കുന്നതെന്ന് പറഞ്ഞ് അവനായിട്ട് വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ വേറൊരുത്തനും കൂടെ ഉണ്ട്. അവന്റെ പേര് ഹാജുൻ. അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞ അത് അവനാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് വരുന്ന ഹെയ്യുങ് ആണ് അവന്റെ ലാപ്ടോപ്പ് ഒന്ന് കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞ് ശരിയാക്കി തരാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഹാജുനും അവന് സമ്മയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ സമ്മതിക്കാതെ ബർത്ത്ഡേ വരുമല്ലോ അളിയാ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊന്ന് ശരിയാക്കി താ പ്ലീസ് എന്ന് അവന്റെ ഞാൻ കൊടുത്തയക്കും. അതിനുശേഷം അവനും രാവിലെ ഒരു കാര്യം അറിഞ്ഞ് സേയും ഗുന്നും കൂടെ ഇഷ്ടത്തിലാന്ന് അവൻ പറയാൻ വരുമ്പം ഇവനും കുറച്ച് ടെൻഷനോടെ കേട്ടോണ്ടിരിക്കും. കാരണം ഇവനും സേയെ ഇഷ്ടമാണ്. അങ്ങനെ ആ സമയത്താണ് സാർ അവിടേക്ക് ഒന്നറിഞ്ഞ് ഇവരെല്ലാം സൈലന്റ് ആകും. അതിനുശേഷം സാറും ഈ തവണ നമ്മുടെ ക്ലാസ്സിൽ 2 ടോപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അതിലൊന്ന് ഹാജു എന്ന് പറയുമ്പം എല്ലാരും കൂടെ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്തതായിട്ട് ഹെയ്യുങ് എന്ന് പറഞ്ഞ് അവന്റെ പേര് വിളിക്കുമ്പം ഇത് കേട്ട് എല്ലാവരും കൂടെ ഷോക്കാവും. കാരണം ഈ ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്തവനാണ് അവൻ, പക്ഷെ ഇപ്പൊ അവനെ ടോപ്പറായിട്ട് സാറ് പറഞ്ഞേക്കുക. അതുകൊണ്ട് അവൻ തന്നെ വിശ്വസിക്കാതിരിക്കുമ്പം പെട്ടെന്ന് ഇവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും, ഇവന്റെ ആഗ്രഹം ഇപ്പൊ സാധിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അത് കണ്ട് അവൻ മൊത്തത്തിൽ അങ്ങ് ഷോക്കാവും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് അവരെല്ലാരും കൂടെ ഇവൻ എങ്ങനെ എത്ര മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൻ അവരോടൊക്കെ ഗായ്സ് ഞാൻ പറയാമെന്ന് സത്യ, പക്ഷെ നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവരൊക്കെ ചുമ്മാ ചുറ്റി വളയ്ക്കാതെ ഇവനെ കൊണ്ട് എങ്ങനെ സഹായിച്ചെടുത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇതെല്ലാം ഒരു ആപ്പ് കാരണം അതിന്റെ പേര് ഗിരിഗോ, ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഹായിച്ചെടുക്കാൻ പറ്റും എന്നിന് അവൻ പറയുമ്പോൾ തന്നെ നാറിയും ചുമ്മാ ചേറ്റത്തരം പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിരിക്കും. അങ്ങനെ ഇവരാര് വിശ്വസിക്കാതിരിക്കുമ്പം ഇത് കേട്ട് അവനും സത്യമായിട്ട് ഈ ആപ്പിനകത്ത് ഞാൻ ചോദിച്ചിട്ടാ ഇപ്പൊ എനിക്ക് മാർക്ക് നല്ലോണം കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അവരോടൊക്കെ പറയുമ്പം ഗിന്നു ആണ് അങ്ങനെ ഒരു ആപ്പും പ്ലേ സ്റ്റോറിനകത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പറയും. അപ്പോഴാണ് അവനും അത് പ്ലേ സ്റ്റോറിൽ നിന്നും കിട്ടത്തില്ല, ഞാൻ നിങ്ങൾക്കെല്ലാം ലിങ്ക് അയച്ചുതരാം, ഇതിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി, ഇതിനകത്ത് നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടക്കും എന്നിന് അവൻ പറയുമ്പോൾ തന്നെ ആദ്യം ഗിൻവു ആണ് ഇൻസ്റ്റാൾ അങ്ങ് ചെയ്യും. അപ്പോഴാണ് ചെയ്യും നിന്റെ ഫോൺ വല്ല ഹാക്കോ അവിടെ ചെറുക്കാന്ന് പറഞ്ഞ് അവൾ വാൻ ചെയ്യുമ്പം അവന് ഹാക്കായാലും ഇതിനകത്ത് എന്തോണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറയും. അപ്പോഴാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയ ഉടനെ ഇവനത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്യാമറ ഓപ്പൺ ആകും. അതുകൊണ്ട് അവനും ഇതെന്തോ സംഭവം എന്ന് ചോദിക്കുമ്പം മറ്റവന് ഫോം വാങ്ങിച്ചിട്ട് സംഭവം ഒന്നുമില്ല, ഒരു പേപ്പറിനകത്ത് നമ്മുടെ ആഗ്രഹങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ പേരും നാളും കുറിച്ച് വെച്ച് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നമ്മൾ എഴുതി വെച്ച ആഗ്രഹം പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി എന്ന് പറയും. അങ്ങനെ അതിനുശേഷം ആ വീഡിയോ ഈ ബട്ടൺ നെക്കി സെൻഡ് ആക്കിയ നമ്മുടെ ആഗ്രഹം സഹായിച്ചിരുന്ന് പറയുമ്പം ഇത് കേട്ട് ഗിൻവു അല്ലാതെ മറ്റവരാരും തന്നെ വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് അവനും ഇവൻ
ഇവർക്കാണ് പ്രൂഫ് കാണിക്കാന്ന് പറഞ്ഞ് അവൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അവനും ക്ലാസ് ടോപ്പർ ആകണം എന്ന് പറഞ്ഞ് പേപ്പറിനകത്തൊക്കെ എഴുതി വെച്ച് ആ വീഡിയോ എടുത്ത സംഭവം കാണിക്കുമ്പം ഇത് കേട്ട് അവരൊക്കെ ഇതെന്ത് മണ്ടത്തരാന്ന് പറഞ്ഞ് അവരൊക്കെ കളിയാക്കി ചിരിച്ച് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും അവസാനം സെയ്യോട് ഇത് ഉള്ളയാന്ന് പറഞ്ഞ് അവൻ ആപ്പ് ഓൺ ചെയ്ത് ഇവൾ കാണിക്കാൻ നോക്കുമ്പം പെട്ടെന്ന് ആപ്പിനകത്ത് ടൈമർ ഓൺ ആകും. അങ്ങനെ ഇത് കണ്ട് അവനും ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ കിംനാറിയും സെയ്യോട് മൊത്തത്തിൽ ദേഷ്യത്തി ഈ ഹെയ്യോങ് വളിപ്പിനെ കൊണ്ട് തോറ്റെന്നറിഞ്ഞ് അവനെ കുറിച്ച് കുറെ അനാവശ്യം പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന മറ്റോളും അവനെന്തോ പാവമല്ലെന്നറിഞ്ഞ് അവനോട് തന്നെ ദേഷ്യം കാണിക്കുന്നതും ചോദിക്കുമ്പം ഇത് കേട്ട് ഇവളാണ് പൂച്ചിച്ച് അവൻ പാവോ പണ്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ പറയുന്ന ഫുള്ളും വളിപ്പ. അവന്റെ ബർത്ത്ഡേക്ക് നമ്മൾ പോകണമെന്നോ? ഗിന്നു അവന്റെ ബർത്ത്ഡേ പോകുന്നുണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ അവന്റെ ബർത്ത്ഡേക്കൊക്കെ ആര് പോകും? അവന്റെ വളിച്ച സംസാരം എനിക്ക് കേട്ടാൽ തന്നെ ദേഷ്യം വരിക. എന്നിന് ഇവള് പറയുമ്പം സെയ്യാണ് അത്രയ്ക്കൊക്കെ അവനെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ഇവള് കുറച്ച് ഓവറായിട്ട് പോകുന്നതെന്ന് പറയും. അപ്പോഴാണ് ആ സമയം തന്നെ ഇവരുടെ കൺമുമ്പിൽ ഹെയ്യോങ് നിൽക്കുന്ന കാണും. അങ്ങനെ അതോടെ ഇവ രണ്ടുപേരും മൊത്തത്തിൽ ഷോക്കാകുമ്പം അവനും എന്നെ കണ്ടപ്പോൾ എന്തോ രണ്ടുപേരും മിണ്ടായിരിക്കുന്നെന്ന് പറഞ്ഞ് വല്ല ഗേൾസിന്റെ കാര്യമെല്ലാം സംസാരിക്കുമായിരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് സെയ്യ ഇവിടെ മൊത്തത്തിൽ പേടിച്ചിരിക്കും. ഒരേ ശിവളെല്ലാം പറഞ്ഞിട്ട് അവൻ ഹേർട്ടായി കാണുമെന്ന്. അപ്പോഴാണ് നാറിയാണ് ഇവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞ് ഇവനുള്ളപ്പോൾ സംസാരിച്ച ആ സർപ്രൈസ് അങ്ങ് പോകത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി അതായിരുന്നു സംസാരിച്ചത്, എങ്കിൽ പിന്നെ എന്നെ കാണുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന തന്നെ നല്ലത്, പക്ഷെ എനിക്ക് ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ട, സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്ന തന്നെ എനിക്ക് വലിയ ഗിഫ്റ്റാ എന്നിന് അവനും പറയുമ്പം അവളും അങ്ങനെ പറഞ്ഞ എങ്ങനെ നിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് വരുത്തുള്ളെന്ന് പറഞ്ഞ് കിംനാറി പറയുന്നതായിട്ട് സെയ്യാണ് ഇവൾ എന്തൊരു ആക്ടിങ് കാണിക്കുന്ന പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പം ഇവന് തീർച്ചയായിട്ടും ഗിഫ്റ്റ് ആയിട്ടൊന്ന് വരലെന്ന് പറഞ്ഞ് ഇവർ ചുമ്മാ വന്നാൽ മാത്രം മതിയെന്ന് പറയും. അങ്ങനെ അതിനേശം ക്ലാസ് സമയത്താണ് ഇവള് ക്ലാസ്സിൽ നിന്ന് ഫോക്കസ് ചെയ്യാതെ നേരെ ഗിന്നുവിനെ മാത്രം വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന സെയ്യൊക്കെയാണ് അവൾക്ക് ചെറിയ സങ്കടമൊക്കെ വരും. അങ്ങനെ അതിനേശം ക്ലാസ് കഴിഞ്ഞ് സെയ്യും ഗുൻവുവും കൂടെ ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും നാഷണൽ ടീമിൽ കയറാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവൾക്ക് നല്ലോണം ലോങ് ജമ്പ് ചെയ്യാൻ അറിഞ്ഞാലും ഇതേസമയം ഗിന്നു ആണ് മൊത്തം ടെൻഷനായി അവൻ കുറെ ഫൗൾ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് നല്ലോണം ചാടാറിഞ്ഞിട്ട് നീ എന്തിനാടാ അവിടെ തെറ്റിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഓടി വന്ന് ചാടുമ്പോൾ ഈ ലോകം ഫുള്ളും തറയിൽ മാറ്റ് ഇട്ടേക്കൊന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറയുമ്പം അവൻ എപ്പോഴും ചാടുമ്പോൾ ഇവൾ അങ്ങനെയാണോ വിചാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അവൾക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഫ്ലോയിൽ അങ്ങ് ചാടുമെന്ന് പറയും. അതിനേശം അന്ന് രാത്രി എക്സ്ട്രാ ക്ലാസ്സിന് ഹെയ്യോങ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവനും കുറെ ദേഷ്യത്തിലൊക്കെ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്ന അവിടുന്ന് ഹാജും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ എന്തോ കണ്ട് പേടിച്ച പോലെയൊക്കെ ഇരിക്കുന്നത്. ഇതേ സമയം തന്നെ കോച്ച് സെയ്യെ വിളിച്ചെടുത്തിയിട്ട് ഇവളെ നാഷണൽ ടീമിൽ സെലക്ട് ചെയ്യുന്ന പറയുമ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തി താങ്ക് യു കോച്ച് എന്ന് പറഞ്ഞ് ഹഗ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവരും ഇനി ഇവൾക്ക് കുറെ ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഡേറ്റിംഗ് ഒന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ അവളാണ് ഗിന്നുമായിട്ട് ഡേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ കോച്ച് എപ്പോഴും അറിഞ്ഞോന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവരും അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവെന്ന് പറഞ്ഞ് അവളോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ഹെയ്യങ്ങാണ് ക്ലാസ് ഇരിക്കുമ്പോൾ തന്നെ സെയ് അവനെ ഫോൺ വിളിക്കും. അതുകൊണ്ട് അവന് ഫോൺ എടുത്തോണ്ട് പുറത്ത് സംസാരിക്കാൻ പോകുമ്പം പക്ഷെ അവളാണൊന്നും സംസാരിക്കാതെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും സെയ്യെ വിളിച്ചിട്ട് എന്താ സംസാരിക്കാത്തെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് ചോദിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവനെ കളിയാക്കി ചിരിച്ച് സംസാരിക്കുന്നവരെ അവനെ കേൾക്കും. അപ്പോഴാണ് ഗിൻവു സെയ്യ നാറി അവർ മൂന്നുപേരും കൂടെ ഇവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ആരെങ്കിലും പോവെന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ വെച്ച് കാണുന്നതിന് വലിയ കാര്യം, ഇനി പുറത്ത് അവന്റെ കൂടെ കാര് കറങ്ങുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഇവനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കാൻ വരുന്ന അവന് നല്ല സങ്കടമായി ഇവരോടൊക്കെ ദേഷ്യമാകും. അപ്പോഴാണ് പെട്ടെന്ന് ആ കോളങ്ങ് കട്ടായ ഉടനെ ഇവ വീണ്ടും സെയ്യെ വിളിക്കാൻ തുടങ്ങും. പക്ഷെ അവളാണ് ഫോൺ എടുക്കത്തില്ല, കാരണം അവളുടെ ഫോൺ ഇപ്പോൾ ലോക്കറിനകത്തുള്ള. അതിനർത്ഥം ഇവനിപ്പോൾ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചേക്ക് അവളല്ല, ഇതെല്ലാം ചെയ്യുന്നത് ഇവൻ ഇൻസ്റ്റാൾ ചെയ്ത ആ ഗിരിഗോ ആപ്പ് കാരണമാണ്. അങ്ങനെ അതിനേശം അവനും കുറച്ച് ഡല്ലോട് അകത്തേക്ക് കയറി ചെല്ലുമ്പം ഇത് കാണുന്ന ഹാജനും ഒരേശാൻ്റെ വീട്ടുമെല്ലാം പ്രഷറായിരിക്കും എന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനേശം ഇവിടെ ഗിന്നുവും കോച്ചിനെ കണ്ട് സെയ്യ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് എല്ലാവരും പോയ ഉടനെ പെട്ടെന്ന് സെയ്യ അവിടേക്ക് വരുന്നുണ്ട്. ഇവന് കൈ സിഗ്നൽ കൊടുക്കുമ്പം അവളാണ് ഓടി വന്ന് ഇവൻ ഹഗ് ചെയ്തിട്ട് ഇവള് നാഷണൽ ടീമിൽ സെലക്ട് ആയെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവനും മൊത്തം സന്തോഷപ്പെടുമ്പം ആ സമയം തന്നെ കറണ്ട് മൊത്തത്തിൽ അങ്ങ് പോകും. അതോടെ അവനും പേടിച്ചിട്ട് നീ പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ കൂടെ ഒരുമിച്ച് വീട്ടിൽ പോകും. അപ്പോഴാണ് അവളും ഇവർ ഡേറ്റ് ചെയ്യുന്ന കാര്യം കോച്ച് അറിഞ്ഞെന്ന് പറയുമ്പം അവൻ പേടിച്ചിട്ട് ഈ കാര്യം എന്തിനാ കോച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും നമ്മുടെ ഫ്രണ്ട്സിനോടും പറഞ്ഞില്ല, പിന്നെ ഇങ്ങനെ ഞാൻ കോച്ചിനോട് പറയാന്ന് പറഞ്ഞ് അവർ തനിയെ കണ്ടെത്തിയാന്ന് പറയും. അതിനേശം ഇവള് വീട്ടിൽ വന്നിട്ട് ഇവളെ നാഷണൽ ടീമിൽ സെലക്ട് ആയ കാര്യം ആന്റിക്ക് മെസ്സേജ് പറയുമ്പം ഹെയ്യും കാണി കുറെ പ്രാവശ്യം ഇവൾ വിളിച്ചേക്കുന്ന കാണാൻ വരും. അങ്ങനെ അത് കണ്ട് അവളും ഇവനെതിന് എത്ര പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞ് അവൾ തിരിച്ച് വിളിക്കാൻ പോകുമ്പോൾ തന്നെ ഇവളുടെ ആന്റിയും കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഇന്ന് അവർക്ക് വീട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് എ.ടി.എം കാർഡ് വെച്ച് ഇവൾക്ക് ഇഷ്ടപ്പെട്ടേക്ക് വാങ്ങിച്ച് കഴിച്ചോളാൻ പറയും. അതുകൊണ്ട് തന്നെ അവളും വീണ്ടും ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് അപ്പം തന്നെ ഗിൻവിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവരൊരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കും. അപ്പോഴാണ് അവളും ഹെയ്യും കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ഇവനോട് പറഞ്ഞിട്ട് ഒന്ന് കോൾ ചെയ്ത് നോക്കുമ്പം ഇതേ സമയം ഇവിടെ കിംനാറിയെ കാണിക്കുക. അങ്ങനെ അവൾക്ക് ക്ലബ്ബിൽ പോകാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ 18 വയസ്സാകാത്തോണ്ട് ഇവളെ കൊണ്ട് വരാൻ പറ്റുമെന്നൊക്കെ അറിയാവുന്ന ഒരുത്തനോട് ചാറ്റ് ചെയ്യുമ്പം അവനൊരു ഫോട്ടോയും ID കാർഡ് നമ്പറും പറഞ്ഞെന്ന അവൻ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഇവളിപ്പോൾ നേരിട്ട് അങ്ങോട്ടേക്ക് വിളിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തി എൻ്റെ പേര് എങ്ങനെ ഫേക്ക് ID
സെറ്റാക്കിയെന്ന് പറഞ്ഞ് അവളും ചേട്ടൻ പൊളിയാന്ന് പറയുമ്പം അവനല്ല ഇവളുടെ ചേച്ചിയെ റെഡിയാക്കിയെന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കും. ഇതേ സമയം തന്നെ ഇവിടെ ഹാജനും ഹെയ്യോങ്ങിന്റെ ലാപ്ടോപ്പൊക്കെ ശരിയാക്കിയിട്ട് അവൻ അതിനകത്തിരിക്കുന്ന ഫോട്ടോയെ കണ്ട് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഇവർ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുമിച്ചെടുത്ത ഫോട്ടോയാണ് അവൻ അതിനകത്ത് ഫുൾ ഒട്ടിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ അത് കണ്ടിട്ട് അവൻ പറഞ്ഞ പോലെ ഗിരിക ആപ്പ് സത്യത്തെ ആഗ്രഹങ്ങളൊക്കെ സഹായിച്ചിരുമെന്ന് പറഞ്ഞ് അവൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇവന്റെ ചേച്ചി ഫോൺ വിളിക്കും. അതോടെ അവന് ഫോൺ എടുത്തങ്ങ് മാറ്റി വയ്ക്കും. കാരണം ഇവനും ഇവന്റെ ചേച്ചിയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇതേ സമയം സെയ്യും ഇത്രയും പ്രാവശ്യം എന്തിനാ അവളെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനും ചെറിയ ടെൻഷനി സെയ്യ നീയല്ല എന്നെ ആദ്യം വിളിച്ച എന്നിന് അവൻ പറയുമ്പോൾ അവളും എടാ ഞാൻ എപ്പോഴാണ് നിന്നെ വിളിച്ചത്, നീ ഒന്ന് ശബ്ദത്തിൽ പറ, നീ പറയുന്നത് കേൾക്കാൻ വയ്യ എന്നിന് അവൾ പറയുമ്പോഴാണ് അവന്റെ ബർത്ത്ഡേക്ക് ഇവള് വരത്തില്ലെന്ന് അവൾ പറഞ്ഞത് അവൻ കേട്ടായിരുന്നു അറിയും. അപ്പോഴാണ് അവളും പറഞ്ഞ പോലെ ഇവൾക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് അവള് സോറി പറഞ്ഞ് വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവൻ അങ്ങ് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം അവളും വീണ്ടും അവന് വിളിക്കുമ്പോൾ തന്നെ കോൾ പോകത്തില്ല. എന്നിട്ട് അവളും ഗിൻവുവിനോട് ഇവൾക്ക് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് ബർത്ത്ഡേക്ക് പോകാൻ പറ്റാത്ത കാര്യം അവൻ എങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ അവനും ചോദിക്കാനുള്ള ആദ്യം അപ്പം നീ എന്നോടല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ ചോദിക്കും. അപ്പോഴാണ് അവളും ആദ്യം ഇവനോട് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഇവൻ ഹെയ്യോങ്ങിന്റെ പാർട്ടിക്ക് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ സന്തോഷത്തി പിന്നല്ലാതെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പാർട്ടിക്ക് ഞാൻ പോവാതെ വേറെ ആര് പോകും എന്ന് ഇവൻ പറയുമ്പോഴാണ് അവളും സത്യം എനിക്കും വരണമെന്നുണ്ട്, ഞാൻ വേണേ കോച്ചിനോട് അടുത്ത ആഴ്ചത്തേക്ക് ട്രെയിനിങ് മാറ്റി വയ്ക്കാൻ പറയട്ടെ എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് അവന് പെട്ടെന്നൊരു പേപ്പർ എടുത്തിട്ട് ഈ ആഴ്ച സെയ്യയുടെ ട്രെയിനിങ് നടക്കല്ലെന്ന് പറഞ്ഞ് അവനും ഹെയ്യോങ്ങിനെ പോലെ പേര് നാളെ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് അവളും ഇവനെന്ത് വട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവനെ കൊണ്ട് ടോപ്പറാകാൻ പറ്റുമെങ്കിൽ പിന്നെ ഇത് നടക്കണമല്ലോ എന്നറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ചിരിച്ചോണ്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് ആപ്പിനകത്ത് സെൻഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ഇവർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവൻ എപ്പോഴത്തെ പോലെ തന്നെ ലേറ്റ് ആയിട്ട് ധൃതിയിൽ ഇവളുടെ അടുത്തേക്ക് ഓടി വരും. അപ്പോഴാണ് അവളും വീണ്ടും അവന് കിസ് ചെയ്യാൻ പോകുമ്പോൾ ഈ തവണ മനഃപൂർവ്വം അവന്റെ ചുണ്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ ലിപ് കിസ് ചെയ്യുമ്പോൾ തന്നെ മറ്റങ്ങേര് കണ്ട് പേടിച്ചു ഞാൻ മുകളിലോട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങേര് മൈൻഡ് ചെയ്യാത്ത പോലെ അങ്ങ് പോകും. അതിനുശേഷം ഇവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇന്നാണ് കിംനാറി അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവളും ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും പോയി കാണുമെന്ന് പറഞ്ഞ് ഇവരുടെ സ്കൂളിലേക്ക് പോകും. അപ്പോഴാണ് ക്ലാസ്സിൽ വെച്ച് സാർ ഇവർ അറ്റൻഡൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇന്ന് കിംനാറിയാണെ വന്ന് കാണത്തില്ല. അങ്ങനെ അതുകൊണ്ട് സാറും അവൾ എവിടെ പോയെന്നല്ല ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇതേ സമയം ഹെയ്യോങ് ആണ് അവൻ അങ്ങോട്ടേ തന്നെ നോയിക്കൊണ്ട് അവൻ മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കും. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന സെയ്യും ഇവൻ ആരെയാ നോക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ മൊബൈൽ ഫോൺ നോക്കി മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കും. അങ്ങനെ ആ കൗണ്ട് ഡൗൺ ഇപ്പോൾ 2 മിനിറ്റിലേക്ക് മാറിയേക്കുക. ഇതേ സമയം സാറാണ് ഇവനെ കണ്ടിട്ട് എഴുന്നേറ്റിരിക്കാൻ പറയുമ്പോൾ അടുത്തിരുന്ന് ഹാജനും ഗിന്നും കൂടെ സാർ നിന്നെ പൊക്കിയിടാന്ന് പറഞ്ഞ് ഇവൻ എഴുന്നേക്കാൻ പറയും. അപ്പോഴാണ് അവന് പെട്ടെന്ന് എന്തോ സംഭവിക്കുമോ ഇത് കണ്ട് എല്ലാരും പേടിച്ചിട്ട് ഇവനിത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് സാറാണ് സ്കൂൾ നഴ്സിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും. അതേസമയം അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പേടിച്ചിട്ട് ഇവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവരൊക്കെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സെക്കൻഡ് അവന് തിരിച്ചൊന്നും പറയാതെ പെട്ടെന്ന് അവന്റെ പൗച്ചിരുന്നൊരു കത്തി എടുക്കും. അങ്ങനെ ഇത് കണ്ട് അവരൊക്കെ പേടിച്ചുപോയി ഇവൻ എന്തോ കാണിക്കുന്നെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് കത്തി താഴെ ഇടാൻ പറയുമ്പോൾ അവന് സ്വയം കൺട്രോൾ ഇല്ലാതെ ഇവന്മാരെയൊക്കെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവൻ സ്വയം കുത്തി മരിക്കാൻ വേണ്ടി പോകും. കാരണം ഇതൊക്കെ ഇവൻ തന്നെ ചെയ്യുന്നില്ല, ഒരു പ്രേതം ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. അങ്ങനെ സാറും പിള്ളേരെന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചു പോയിരിക്കുമ്പോൾ അതേസമയം അവൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് എന്റെ അടുത്തേക്ക് വരില്ല മാറി പോന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന സെയ്യാണ് ഹെയ്യോങ് നീ ആദ്യം സമ്മാനപ്പെടുന്നറിഞ്ഞ് അവനെ നോക്കി പറയുമ്പോൾ അവൻ ഇവളെ നോക്കി തന്നെ ഓടി ആ കത്തിയായിട്ട് വരും. അതോടെ അടുത്ത സെക്കൻഡ് ഇവർ രണ്ടുപേരും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വീഴുമ്പോൾ ആ സമയം തന്നെ ഇവന്റെ കൗണ്ട് ഡൗൺ തീരാറായി. അങ്ങനെ അതോടെ അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവന്റെ കൈയും കൊണ്ട് തന്നെ അവൻ ചാകാൻ വേണ്ടി പോകും. ഇത് കാണുന്ന സെയ്യാണ് എന്തോ അവിടെ കാണിക്കുന്ന അടങ്ങിയിരുന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനും പ്ലീസ് എൻ്റെ അടുത്തേക്ക് വരല്ലെന്ന് അവൻ പറയുമ്പോൾ തന്നെ അവൻ തന്നെ സ്വയം സൂസൈഡ് ചെയ്ത് ഇവളുടെ ഫ്രണ്ടിൽ തന്നെ മരിച്ചു വീഴും. അങ്ങനെ ഇത് കണ്ട് അവളാണ് പേടിച്ചുപോയി അവന്റെ അടുത്തേക്ക് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാമോ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം. കാരണം ഇവനെ പോലെ തന്നെ ഒരു ആഗ്രഹം ഗിന്നു ഇന്നലെ ചെയ്തായിരുന്നു. അതുകൊണ്ട് അവനിന്ന് എന്തൊക്കെയാണ് സംഭവിക്കാമോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.